Meet the editors. നീക്കം നിഗൂഢമോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, 2029 ആകുമ്പോഴേക്കും നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരേപോലെ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2029 ആകുമ്പോൾ അല്ലേ? അതെ. അപ്പോൾ ആ കാലഘട്ടമാകുമ്പോഴേക്കും ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം ചുരുങ്ങിയത് 12 സംസ്ഥാനങ്ങൾ 2028 തെരഞ്ഞെടുപ്പ് നടക്കും. 29 ആ സംസ്ഥാനങ്ങൾക്ക് ഒരു വർഷം മാത്രമേ അസംബ്ലിയിൽ ആയുസുണ്ടാവുള്ളൂ. അതടക്കം പിരിച്ചുവിടപ്പെടേണ്ടി വരും. നിഗൂഢമായ നീക്കമാണ്. നോക്കൂ, ഇതിപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അമിത്ഷാ നടത്തിയ ഒരു പ്രഖ്യാപനമായി ഞാൻ കരുതുന്നതേയില്ല. അതിൻ്റെ രാഷ്ട്രീയ വശത്തിലേക്ക് ഞാൻ രണ്ടാമത് വരാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വെക്കപ്പെടുന്ന ചില ആർഗ്യുമെൻറ്റുകൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് വലിയ എക്സ്പെൻസ് ഉള്ളൊരു പ്രക്രിയയാണ് എന്നാണല്ലോ പറയുന്നത്. വലിയ അക്കാര്യത്തിലൊരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ 2024 ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ചേർന്ന് ചിലവാക്കിയത് ഈ സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസിൻ്റെ, അത് വളരെ ഓഥൻറ്റിക്കായ ഒരു ഏജൻസിയാണ്, ആ ഏജൻസിയുടെ കണക്ക് പ്രകാരം 1,35,000 കോടി രൂപയാണ് 2024 ഈ പൊതു തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഞാൻ പറയുന്നത്, 1,35,000 കോടി രൂപ ചിലവാക്കിയിരിക്കുന്നു. അത് അവർ കണ്ടെത്തുന്നത് 2019 ഇതുപോലെ തന്നെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 60,000 കോടി രൂപയായിരുന്നു മൊത്തം ചിലവായിട്ടുള്ളത്. അപ്പം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇതിങ്ങനെ ഈ തുക വർദ്ധിച്ചു വരികയാണ്. ഇത് കൂടാതെ ഓരോ വർഷവും വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ 10,000, 20,000, 30,000 കോടി രൂപ വീതം ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പും വിവിധ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും യൂണിയൻ ടെറിട്ടറിയിലെ തെരഞ്ഞെടുപ്പുകളും ഒക്കെ നടത്തുന്നതിനായിട്ട് വലിയൊരു തുക ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നവർ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഒറ്റ രാജ്യം ഒരു തെരഞ്ഞെടുപ്പായി ഇതിനെ ചുരുക്കി കഴിഞ്ഞാൽ, ഒറ്റ തിരഞ്ഞെടുപ്പാക്കി ഇതിനെ മാറ്റി കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ എക്സ്പെൻഡിച്ചർ കട്ട് ഷോട്ട് ചെയ്യാൻ കഴിയുമെന്നും അതും ആ തുക നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിനായി വിനിയോഗിക്കാൻ കഴിയുമെന്നും ഒക്കെയാണ് ഒരു ആദ്യത്തെ ആർഗ്യുമെൻ്റായിട്ട് പറയുന്നത്. നമ്മളിത് കേൾക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇത് ശരിയാണെന്ന് തോന്നും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, ഇപ്പോൾ 1984 അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി ഗവൺമെൻറ് 1989 പുറത്താക്കപ്പെടുന്നുണ്ട് അല്ലേ? പുറത്താക്കപ്പെടുന്നതിൻ്റെ ഒറ്റ കാരണം എന്ന് പറയുന്നത് ബൊഫോസ് കുംഭകോണമാണ്. 1989 ബൊഫോസ് കുംഭകോണത്തിന് എതിരായിട്ട് ജനവിധി ഉണ്ടാവുകയും അങ്ങനെ രാജീവ് ഗാന്ധി സർക്കാർ പുറത്താക്കപ്പെടുകയും ചെയ്തു. ആ കുംഭകോണത്തിലെ കിക്ക് ബാക്കിൻ്റെ കമ്മീഷൻ്റെ തുക എത്രയാണെന്ന് നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ, 60 കോടി രൂപയായിരുന്നു. 60 കോടി രൂപ കമ്മീഷൻ കൈപ്പറ്റി എന്നതിൻ്റെ പേരിൽ 1989 രാജീവ് ഗാന്ധി സർക്കാർ നിലംപതിക്കുകയും VP സിംഗ് സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. 2014 കോൺഗ്രസ് സർക്കാർ, UPA സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നത് 2G സ്പെക്ട്രം അഴിമതിയുടെ പേരിലല്ലേ? എത്ര രൂപയുടെ അഴിമതിയാണത്? 2 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ്. 1989 ഒരു സർക്കാർ 60 കോടി രൂപ അഴിമതി നടത്തുമ്പോൾ 2014 എത്തുമ്പോൾ അത് 2 ലക്ഷം കോടിയുടെ അഴിമതിയായിട്ട് മാറുന്നു. അതിൻ്റെ പേരിൽ ആ സർക്കാർ പുറത്താക്കപ്പെടുന്നു. 2014 മുതൽ 2024 വരെ എടുത്തു നോക്കൂ, അദാനിയുടെയും അംബാനിയുടെയും ആസ്തി എത്ര ലക്ഷം കോടി വർദ്ധിച്ചിരിക്കുന്നു. ഇന്ന് രാജ്യത്തെ ഭൂരിഭാഗം എയർപോർട്ടുകളുടെയും ഉടമസ്ഥനായിട്ട്, ഭൂരിഭാഗം പോർട്ടുകളുടെയും ഉടമസ്ഥനായിട്ട് ഒക്കെ അദാനിയെ പോലെ ഒരു സമ്പന്നൻ മാറിയിട്ടില്ലേ? അപ്പം ഈ രീതിയിൽ രാജ്യത്ത് അഴിമതി, ഈ സർക്കാരുകൾ നടത്തുന്ന അഴിമതിയുടെ ഒരു വർധന വെച്ച് നോക്കുമ്പോഴത്തേക്കുവേ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി പൈസ മുടക്കുന്നത്, പൈസ ചിലവാക്കുന്നത് അത്ര വലിയൊരു പ്രശ്നമാണോ? ഞാൻ അതിനെ അങ്ങനെ കാണുന്നതേ ഇല്ല. അതുകൊണ്ട് ഈ എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്യാമെന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ ഒരു ആർഗ്യുമെൻ്റായിട്ട് ഞാൻ കാണുന്നു. ഇനി രണ്ടാമതൊരു ഗൗരവതരമായ ആർഗ്യുമെൻ്റ് ഇതിനകത്തുണ്ട്. അത് ശരിയാണ്, അത് ഒരു പരിധിയോളം ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ പോളിസി പാരാലിസിസ് എന്ന് പറയുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്നിരിക്കുമ്പം ജമ്മു ആൻഡ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അല്ലേ? 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത മാസങ്ങളിൽ തന്നെ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കും, മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കും, ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവസാനിച്ചത് എങ്ങനെയാണ്? ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് നടന്നു, മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നു, രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടന്നു, കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ആന്ധ്രാപ്രദേശിൽ തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ എല്ലാ വർഷവും 28 സംസ്ഥാനങ്ങളുടെ ഒരു രാജ്യമല്ലേ ഇത്. അപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് എല്ലാ വർഷവും ഇത്തരം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പല പോളിസികളും പ്രഖ്യാപിക്കാൻ കഴിയാതെ വരിക, വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരിക, ഈ ഒരു പ്രശ്നം വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ്. അതൊഴിച്ചു നിർത്തിയാൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ശാസ്ത്രീയമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
ഇപ്പോൾ നമുക്കറിയാലോ 1952 ഇന്ത്യയിൽ ആദ്യം പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 52 പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോക്സഭയിലേക്കും സംസ്ഥാനങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പൊതുതെരഞ്ഞെടുപ്പ് നടന്നു. 1957 അങ്ങനെ തന്നെ ആവർത്തിച്ചു. പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ഉണ്ടായത് കേരളത്തിൽ നിന്നാണല്ലോ, അല്ലേ? 1959 57 അധികാരത്തിൽ വന്ന EMS മന്ത്രിസഭയെ ജവഹർലാൽ നെഹ്റു ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് പിരിച്ചുവിടുന്നു. അങ്ങനെയാണല്ലോ ഈ താളം തെറ്റുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ 1960 ഏതാണ്ട് ഒരു 8-9 സ്റ്റേറ്റുകളിൽ ഇതേപോലെ തന്നെയുള്ള 67 ഇതുപോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുകയുണ്ടായി. 1971 ലോക്സഭ തന്നെ പിരിച്ചുവിട്ടല്ലോ, ഡിസോൾവ് ചെയ്തല്ലോ. എന്താ കാരണം? ഇന്ദിരാഗാന്ധി ആയിരുന്നു അധികാരത്തിൽ വന്നത് പ്രധാനമന്ത്രിയായിട്ട് 69 തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ കോൺഗ്രസ്സിൽ ഒരു പിളർപ്പുണ്ടാകുന്നു, അങ്ങനെ ഒരു വിഭാഗം സംഘടനാ കോൺഗ്രസ് ആകുന്നു, അതോടുകൂടി ആ സർക്കാർ ഒരു മൈനോറിറ്റി ആകുന്നു. അപ്പോൾ ഇനിയിപ്പോൾ തുടർന്ന് ഭരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്ന ഇന്ദിരാഗാന്ധി പാർലമെൻറ്റ് ഡിസോൾവ് ചെയ്ത് ഇലക്ഷനിലേക്ക് പോകുന്നു. അങ്ങനെ ഡിസോൾവ് ചെയ്യാനായിട്ട് വി ഗിരിയോട്, അന്ന് പ്രസിഡന്റായ വി ഗിരിയോട് അഭ്യർത്ഥിക്കുന്നു, പാർലമെൻറ്റ് ഡിസോൾവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ മുതലൊക്കെ ഈ സൈക്കിൾ തെറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മഹത്വം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഓരോ സംസ്ഥാനങ്ങളിലും അതിൻ്റെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു മനോഹാരിതയാണ് ഈ വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ 2024 നമ്മൾ ഇത് വളരെ കൺഫ്യൂസിംഗ് ആണ്. കാരണം വെച്ചാൽ ഒരേ സമയം തിരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലേക്കും നടക്കുകയാണെങ്കിൽ നമുക്ക് 24 ഒരു ഉദാഹരണം എടുക്കാം. 2024 നമ്മൾ ലോക്സഭയിലേക്കും ഒപ്പം കേരളത്തിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന് വിചാരിക്കുക. ഒരേ സമയത്ത് ഇത് നടക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ? കേരളത്തിലൊരു പ്രശ്നം എന്താ? പെൻഷൻ കിട്ടുന്നില്ല, സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ കിട്ടുന്നില്ല. ഇത്തരത്തിൽ പല പ്രതിസന്ധികൾ സംസ്ഥാനത്തെ ജനങ്ങൾ നേരിടുന്നുണ്ട്. ആ വിഷയത്തിൽ അവർ CPM-നെതിരായിട്ട് വോട്ട് ചെയ്യാൻ സംസ്ഥാനത്ത് തീരുമാനിക്കുന്നു. അതേസമയം രാജ്യത്ത് ഒരു മതേതര സർക്കാർ ഉണ്ടാകണമെന്നും മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് CPM ആണെന്നും ഒരു വോട്ടർക്ക് തോന്നുന്നു. ആ വോട്ടർ ആ പാർലമെൻറ്റിലേക്ക് CPM-നെ തിരഞ്ഞെടുക്കുന്നു. അതേസമയം സംസ്ഥാനത്ത് CPM-നെതിരായിട്ട് വോട്ട് ചെയ്യുന്നു. വളരെ വിചിത്രമായൊരു സാഹചര്യമാണ്. അട്ടർലി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അതുമാത്രമല്ലല്ലോ, ലോക്സഭയിലേക്കും അതേപോലെ നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ എന്താ വരിക? രാഹുൽ ഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദി, അതാണല്ലോ ദേശീയ ചിത്രം എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ എന്താണ്? പിണറായി വിജയൻ വേഴ്സസ് VD സതീശൻ. ഓവർ ഷാഡോ ചെയ്യും. ഇതൊക്കെ ഈ പറയുന്ന നമ്മളിതിനെ വേറിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ബോധമുള്ളൊരു ജനതയാണ് കേരളമെങ്കിലും അങ്ങനെ രാജ്യം മുഴുവൻ അങ്ങനെ ഒന്നുമല്ല. ഇത് വളരെയധികം കൺഫ്യൂസിംഗ് ആണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ലോക്സഭയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യവും സംസ്ഥാന നിയമസഭകളുടെ രാഷ്ട്രീയ സാഹചര്യവും രണ്ടും രണ്ടാണ്. പ്രധാനമായിട്ടും ഇപ്പം സംസ്ഥാന നിയമസഭകളിലേക്ക് നമ്മൾ ഇലക്ഷനെ നേരിടുമ്പോൾ നമുക്കെന്ത് കിട്ടിയെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടെന്നേ. പെൻഷൻ എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് റേഷൻ കിട്ടിയിട്ടില്ല, എൻ്റെ പെട്രോളിൻ്റെ പൈസ കൂടിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ ഞാൻ നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. അതേസമയം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ നാഷണൽ വെൽഫെയർ ഉണ്ടായോ, അഴിമതി ഉണ്ടായോ, അല്ലെങ്കിൽ മതേതരമായി സർക്കാർ പെരുമാറുന്നുണ്ടോ, വർഗീയമായി സർക്കാർ പെരുമാറുന്നുണ്ടോ, ഈ വിഷയങ്ങളാണ് നമ്മളെപ്പോഴും ദേശീയ തലത്തിൽ ശ്രദ്ധ കൊടുക്കുക എന്ന് പറയുന്നത്. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കാണ് നമ്മൾ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ മുൻതൂക്കം കൊടുക്കുക. അപ്പോൾ ആ അർത്ഥത്തിൽ രണ്ട് വിഷയങ്ങളിലാണ് എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് നടക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ സൗന്ദര്യം. ആ രീതിയിൽ വേറിട്ട് ഈ തെരഞ്ഞെടുപ്പുകളെ കണ്ടുകൊണ്ട് അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കാൻ വോട്ടർമാരെ പ്രാപ്തിയാക്കുന്ന ഒരു നല്ല ഫെഡറൽ സംവിധാനമാണ്, ഒരു ജനാധിപത്യ സംവിധാനമാണ് ഈ പറയുന്ന ഇപ്പോൾ നിലവിലുള്ളത്. അതിനെ അട്ടിമറിക്കുമ്പോൾ അതിനകത്തുള്ള താല്പര്യം എന്താണെന്നുള്ളതും 24 തെരഞ്ഞെടുപ്പിനെ വെച്ച് തന്നെ ഞാൻ പറയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ആന്ധ്രാപ്രദേശിൽ നടന്നു, അല്ലേ? അതേപോലെ ഒഡീഷയിൽ നടന്നു, സിക്കിമിൽ നടന്നു, അരുണാചൽ പ്രദേശിൽ നടന്നു. നമുക്ക് നോക്കാമല്ലോ. ആന്ധ്രാപ്രദേശിലെ ജനവിധി എന്താ? ആന്ധ്രാപ്രദേശിലെ ജനവിധി BJPക്ക് അനുകൂലമാണ്. അവിടെ TDPയും BJPയും സഖ്യത്തിൽ നിന്നു, JSPയും ഉണ്ട്. അവിടെ ആകെ സീറ്റ് 25, 21 സീറ്റും കിട്ടിയത് NDAക്കാണ്. അതേപോലെ തന്നെ നോക്കൂ, ഒഡീഷ ഏകപക്ഷീയമായി 21 സീറ്റുണ്ട്, 20 സീറ്റും കിട്ടിയത് BJPക്കാണ്. അവിടെ സംസ്ഥാന ഭരണവും പിടിച്ചു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു നാഷണൽ പാർട്ടിക്ക്, ഈ രണ്ട് നാഷണൽ എന്ന് പറഞ്ഞാൽ ദേശീയമായി സ്വാധീനമുള്ള, എല്ലായിടത്തും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പുകൾ ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഞാൻ 24 തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ൊരു അജണ്ടയുണ്ട് എന്നുള്ളതാണ്. ദേശീയ പാർട്ടികൾക്ക് അതിപ്പോൾ രാജ്യത്ത് യഥാർത്ഥത്തിൽ BJP മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. BJPക്ക് അങ്ങനെ ഒരു വലിയ സാധ്യത BJP കാണുന്നുണ്ട്. അപ്പം വിവിധ സംസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ രാജ്യത്തും ഒരേ സമയം പവർഫുള്ളായി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിർമ്മിച്ചെടുക്കുക എന്നുള്ള വളരെ നിഗൂഢമായ ഒരു നീക്കം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. വിയോജിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമാണല്ലോ ഇലക്ഷനിൽ ഈ പറഞ്ഞ കണക്ക് ഈ പറയുന്ന സർക്കാരുകൾക്ക് ഉള്ളത്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം 2021 അധികാരത്തിൽ വരുന്ന പിണറായി വിജയൻ സർക്കാരിൽ CPIയും അതുപോലെ NCPയും മറ്റു ഘടകകക്ഷികളും കൂടി ഒരു കുറുമുന്നണി ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ സർക്കാരിൻ്റെ നയങ്ങളോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് തീരുമാനിച്ചിട്ട് അവർ വിട്ടുപോകുന്നു എന്ന് വിചാരിക്കുക. 2022 2021 മുതൽ 26 വരെയാണല്ലോ ഇതിൻ്റെ ടേം എന്ന് പറയുന്നത്. 22 ഈ സർക്കാർ താഴ്ത്തുന്ന പിന്നെന്താ സ്ഥിതി?
പിന്നെ ഈ പറയുന്നത് പ്രസിഡന്റ് ഭരണമാണ്. അല്ല അതിനകത്തൊരു റെക്കമെൻഡേഷൻ പറയുന്നുണ്ട് 15 ദിവസത്തിനകത്ത് ഒരു കൺസെൻസസ് സമവായം ഉണ്ടാക്കി ഒരു സർക്കാർ ഉണ്ടാക്കുക. ശിഷ്ടകാല ലോക്സഭയുടെ കാലാവധി എത്രയാണോ അത്രയും കാലത്തേക്ക് ഒരു ഇടക്കാല സർക്കാർ വരും. ഈ ഇടക്കാല സർക്കാർ സമവായം ഉണ്ടാക്കി അവതരിപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ ജനാധിപത്യത്തിൽ സാധിക്കുന്ന കാര്യമാണ്. അതാണോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്? യോജിക്കുമ്പോൾ തന്നെ വിയോജിക്കാനുള്ള അവസരം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണല്ലോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിലൊക്കെ ഇത് വളരെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആൻറ്റി ഫെഡറൽ ആയിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. നോക്കൂ, ഇതിനകത്ത് BJPയുടെ ഒരു താല്പര്യം എന്താ? BJPക്ക് മാത്രമല്ല, BJPയുടെ മുമ്പുള്ള ജനസംഘത്തിനും RSSനുമൊക്കെ ഈ രാജ്യത്ത് അവരൊരു വെസ്റ്റേൺ ഡെമോക്രസി നിലനിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. നമ്മൾ പിന്തുടരുന്നത് പാശ്ചാത്യ ജനാധിപത്യ രീതിയാണെന്നും അത് ഭാരതീയതയ്ക്ക് വിരുദ്ധമാണ് എന്നും വിചാരിക്കുന്നു. അതുകൊണ്ട് അവരൊരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റിനെയാണ് എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഈ പറയുന്ന ഈ രാജഭരണത്തിൻ്റെ ഒരു പിന്തുടർച്ചയാണ്. ഈ ഏക വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു രീതി ഈ പറയുന്ന ഭരണത്തെ സംബന്ധിച്ചുള്ള മാതൃകയായിട്ട് അവർ കാണുന്നത് ഒരു ഏക വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന, അതാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ളത് നരേന്ദ്രമോദി അല്ലേ. ഇപ്പം നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അതേസമയം ഗുജറാത്തിൽ പോയിട്ടും ഹിമാചലിൽ പോയിട്ടും കേരളത്തിൽ പോയിട്ടും പിന്നെ ഉത്തർപ്രദേശിൽ പോയിട്ടും അസംബ്ലി ഇലക്ഷനിൽ പറയുന്നത് എനിക്ക് വോട്ട് ചെയ്യൂ എന്നാണ് അല്ലേ. അദ്ദേഹം തന്നെ ദൈവമായിട്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടോ ഒക്കെ അദ്ദേഹത്തെ അവതരിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പായി കടന്നു പോയിരിക്കുന്നതേ. മാത്രമല്ലല്ലോ പാർലമെൻറ്റിൽ കൊണ്ടുപോയിട്ട് ചെങ്കോൽ സ്ഥാപിച്ചില്ലേ. അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ ഏക വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റിനെ എപ്പോഴും മൂട്ട് ചെയ്തിട്ടുള്ളത് RSS ആണ്, അതുപോലെ തന്നെ BJP ആണ്. ഞാൻ ഈ പറയുന്ന ഫെഡറലിസത്തിനെതിരായിട്ടുള്ള ഇവരുടെ നീക്കത്തിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഈ ദീൻദയാൽ ഉപാധ്യായ ആണല്ലോ ഇവരുടെ ഏറ്റവും വലിയ ഐഡിയോളഗ് എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു വരി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു ദി ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് വിൽ ബി എ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്. അങ്ങനെയാണല്ലോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത്. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഇതേ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ എന്താണ്? ബീഹാർ മാത, ബംഗാൾ മാത, പഞ്ചാബ് മാത, കന്നഡ മാത, തമിഴ് മാത, ഓൾ പുട്ട് ടുഗദർ മേക്ക് ഭാരത് മാത. ദിസ് ഈസ് റിഡിക്കുലസ്. ഇതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഉപാധ്യായ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? പഞ്ചാബ് മാത ഉണ്ടാവും, ബംഗ്ലാ മാത ഉണ്ടാവും, തമിഴ് മാത ഉണ്ടാവും, കേരള മാത ഉണ്ടാവും. ഇതൊക്കെ കൂടി ചേർന്നിട്ട് ഭാരത് മാത. ഇത് പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൻഡ് ദിസ് ഈസ് റിഡിക്കുലസ്. വി ഹാവ് തോട്ട് ഓഫ് ദി പ്രൊവിൻസസ് ആസ് ലിംസ് of Bharat Mata and not as individual mothers. Therefore, our constitution should be unitary instead of federal എന്നാണ്. അതായത് ഇതൊക്കെ ഈ സംസ്ഥാനങ്ങളൊക്കെ ഈ ഭാരത് മാതയുടെ കയ്യും കാര്യമായിരിക്കണം. ഒരിക്കലും അവർ സ്വന്തം നിലയ്ക്ക് മാതാക്കളാകാൻ പാടില്ല. കേരള മാത ഉണ്ടാകാൻ പാടില്ല, തമിഴ് മാത ഉണ്ടാകാൻ പാടില്ല. അതേസമയം ഭാരത് മാത ഉണ്ടാവുകയും വേണം. അതിൻ്റെ കയ്യും കാര്യമൊക്കെ ആയിട്ട് ഇതിങ്ങനെ നിന്നോണം. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന ഒരു യൂണിറ്ററി ആയിട്ടുള്ളൊരു രാജ്യമായി നിൽക്കാം. ഫെഡറലിസം പാടില്ല എന്നാണ് ദീൻദയാൽ ഉപാധ്യായ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന അവരവരുടെ ഒരു അജണ്ടയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ അജണ്ട നടപ്പാക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ടല്ലോ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂരിപക്ഷം വേണമല്ലോ അല്ലേ. അതായത് 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇത് നടപ്പാക്കാൻ കഴിയുള്ളൂ. 362 സീറ്റോളം വേണം ലോക്സഭയിൽ. അതുപോലെ രാജ്യസഭയിൽ 160-ലേറെ സീറ്റ് വേണം. ഇത് രണ്ടും ഇല്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയോ? അതാണ് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞത്, നടത്താൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. അതിൻ്റെ കാര്യം വെച്ചാൽ 100 ദിവസം ഈ സർക്കാർ പിന്നിട്ടു. കഴിഞ്ഞ 14 മുതൽ ചരിത്രം എടുത്തേ 2014 മുതലുള്ള ചരിത്രം എടുത്താൽ ആദ്യത്തെ 100 ദിവസത്തിൽ വെട്ടിക്കെട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രീതിയായിരുന്നല്ലോ നരേന്ദ്രമോദിക്കുണ്ടായിരുന്നത് അല്ലേ, അമിത്ഷായ്ക്കുണ്ടായിരുന്നത്. അത് നോട്ട് നിരോധനം നടപ്പാക്കിയില്ലേ, GST നടപ്പാക്കിയില്ലേ, പൗരത്വ ബില്ല് നടപ്പാക്കിയില്ലേ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടപ്പാക്കിയല്ലോ. പക്ഷേ ഈ 100 ദിവസത്തിനകത്ത് നിങ്ങൾ നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നരേന്ദ്രമോദി എവിടെയെങ്കിലും കൊണ്ടോ? നിങ്ങൾ നരേന്ദ്രമോദി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമല്ലേ കേട്ടത്? എന്ന് മാത്രമല്ല, കഴിഞ്ഞ 100 ദിവസത്തിനകത്ത് നിങ്ങൾ 2 ബില്ലുകൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒന്ന് വഖഫ് ബോർഡ് ബില്ലാണ്. ആ വഖഫ് ബോർഡ് ബില്ലിൻ്റെ അവസ്ഥ എന്താ? അത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടേണ്ടി വന്നു അല്ലേ. രണ്ടാമതൊരു ബില്ല് കൊണ്ടുവന്നു, ഈ ബ്രോഡ്കാസ്റ്റിംഗ് റെഗുലേറ്ററി ബില്ല്. അതെന്താ സംഭവിച്ചത്? അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. എന്നിട്ട് നമ്മളിത് പിന്നീട് നടപ്പാക്കും എന്ന് പറഞ്ഞു. അപ്പം ഒരു ഇഫക്റ്റും ഉണ്ടാക്കിയില്ല. അരുണെ 2019 അധികാരത്തിൽ വന്ന് 100 ദിവസത്തിനുള്ളിലുണ്ടല്ലോ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു നരേന്ദ്രമോദി. ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. 2019 അധികാരത്തിൽ വന്ന് 100 ദിവസത്തിനകത്ത് അങ്ങനെ വലിയ തീരുമാനം എടുത്തു. ഇവിടെ ഇപ്പോൾ ഇഫക്റ്റീവായൊരു സർക്കാരില്ല എന്നൊരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. ആ തോന്നലിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു തന്ത്രം മാത്രമാണ്. ഇവിടെ വളരെ എന്താ പറയുക, നരേന്ദ്രമോദി സ്റ്റിൽ എക്സിസ്റ്റ്, അമിത്ഷാ സ്റ്റിൽ എക്സിസ്റ്റ്, വളരെ കൃത്യമായൊരു സർക്കാർ ഇവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കിത് നടപ്പാക്കാനേ കഴിയില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ അംഗസംഖ്യ കൊണ്ട് ഈ പറയുന്ന ഒരു കാരണവശാലും നടപ്പാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, TDP ഒരു പ്രാദേശിക പാർട്ടിയല്ലേ. ആ പ്രാദേശിക പാർട്ടിയുടെ നിലനിൽപ്പിനെ തുരങ്കം വയ്ക്കുന്ന ഒരു തീരുമാനത്തെ TDP സഖ്യകക്ഷിയാണല്ലോ പിന്തുണയ്ക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? JDU ഒരു പ്രാദേശിക കക്ഷിയല്ലേ പിന്തുണയ്ക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊരു കൺകെട്ടാണ്. ഇത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കൺകെട്ടാണ്. അത് നടക്കില്ല സ്മൃതി. മുന്നോട്ട് പോകുന്ന ചർച്ചകൾ നടക്കുന്ന പ്രശ്നമേ ഇല്ല. അവർക്കൊക്കെ അതിനെ എതിർക്കേണ്ടി വരും. കാരണം ഇതൊരു ഓവർ ഷാഡോയിങ് ആണ്. ഈ പറയുന്ന ഈ വലിയ മീൻ
ചെറിയ മീനിനെ വിഴുങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് പല സ്ഥലങ്ങളിലും BJP നടപ്പാക്കിയിട്ടുണ്ട്, മുമ്പ് കോൺഗ്രസ് നടപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ പറയുന്ന ചെറിയ മീനുകളെ വിഴുങ്ങാനുള്ളൊരു നീക്കമായിട്ട് ഇത് ബോധ്യപ്പെടാൻ സഖ്യകക്ഷികൾക്ക് അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് അവർ പോലും ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാവില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ ഒരു കൺകെട്ടായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഇത് നടപ്പാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ളൊരു പ്രഖ്യാപനമേ അല്ല. നടപ്പാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുകയുമില്ല. ഇന്ത്യൻ ജനത അതിൻ്റെ ഡൈവേഴ്സിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ്, അതിൻ്റെ ഫെഡറലിസത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പുകൾ ഇതിനോടുണ്ടാകും. തൽക്കാലം ഒരു ഇഫക്റ്റീവ് ഗവൺമെൻറ്റും ഗവേണൻസും ഇവിടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കഴിഞ്ഞ 100 ദിവസത്തിനകത്ത് നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പ്രഖ്യാപനത്തിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. അത് നടപ്പാക്കാനും കഴിയില്ല എന്നാണ് എൻ്റെ നിലപാട്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നീക്കം നിഗൂഢമാണോ എന്നാണ് ചോദ്യം. തീർച്ചയായും നിഗൂഢമാണ്. പക്ഷേ അത് നടക്കാൻ പോകാത്തതുമാണ്, അഥവാ നടക്കാൻ സാധ്യതയില്ലാത്തതാണ് എന്നതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. ഞാനിതിനെ കണക്കാക്കുന്നത് രോഗത്തേക്കാൾ മാരകമായ ചികിത്സയാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ രാംനാഥ് കോവിന്ദിനെ ഒരു സമിതി അധ്യക്ഷനാക്കി ഇത്തരം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പഠനത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിക്കാനെടുത്ത തീരുമാനം തന്നെ തെറ്റാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. എന്തുകൊണ്ടെന്നാൽ നിലവിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പ്രസിഡന്റിനെ ഒരു സർക്കാർ അതിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആമായി നിയോഗിച്ചിട്ടില്ല. അത്ര തന്നെ. അത് തന്നെ ആ പദവിയോട് ചെയ്ത ഏറ്റവും വലിയ അനാദരവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു കമ്മിറ്റിയാണ്. ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി പഠനം നടത്തിയതിനു ശേഷം ഒരു റിപ്പോർട്ട് ബ്യൂറോക്രസിക്ക് കൊടുത്താൽ ആ മുൻകാല പ്രസിഡന്റിൻ്റെ തീരുമാനത്തെ വെട്ടുന്നത് ആരാണ്? അവിടെ ഇരിക്കുന്നൊരു ബ്യൂറോക്രാറ്റാണ്. അപ്പോൾ അടിസ്ഥാനമായി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളിലൊന്നും വിശ്വസിക്കാത്തൊരു നീക്കമായിട്ട് തന്നെയാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. ഇതതിൻ്റെ ഔട്ട്സെറ്റ് എന്തുകൊണ്ട് രാംനാഥ് കോവിന്ദിനെ ഈ കമ്മിറ്റി ഒരു പഠനം നടത്താൻ നിശ്ചയിക്കപ്പെടാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ 3 കാരണങ്ങൾ കൊണ്ട് ഇത് നടക്കാൻ സാധ്യതയില്ല. ഒന്ന്, ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറലിസം എന്ന് പറയുന്ന ആശയത്തിന് എതിരാണ് എന്നത്. രണ്ടാമത്തത്, കൃത്യമായ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. നിലവിൽ ഈ സർക്കാരിന് ഇത് നടപ്പിലാക്കിയെടുക്കാൻ കഴിയില്ല. മൂന്നാമത്തത് എന്തുകൊണ്ടെന്നാൽ നിലവിലുള്ള രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ അതൊട്ടും സാധ്യവുമല്ല. ഞാൻ ആദ്യത്തിലേക്ക് വരാം. എന്താണ് ഭരണഘടനാ ദർശനം? ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. സ്റ്റേറ്റുകളുടെ യൂണിയൻ എന്നാണ് പറയുന്നത്. ഓർമ്മിക്കണം, അവിടെ സെൻറ്റർ എന്ന വാക്ക് എന്തുകൊണ്ടാണ് ഭരണഘടനാ അസംബ്ലി ഉപേക്ഷിച്ചത് എന്നത് ആ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ത്യയുടെ ഫെഡറലിസം എന്ന് പറയുന്നത് കനേഡിയൻ ഫെഡറലിസത്തിന് സമാനമായ ഒരു ഫെഡറൽ സംവിധാനമാണ്. അമേരിക്കൻ ഫെഡറലിസം പോലുമല്ല. അമേരിക്കൻ ഫെഡറലിസം ഒരു ടിപ്പിക്കൽ ഫെഡറലിസമായിട്ടാണ് നമ്മൾ കണക്കിലാക്കുന്നത്. അവിടെ 50 സംസ്ഥാനങ്ങൾക്കും അതാത് അവകാശങ്ങളും അതാത് ഭരണഘടനകളും അതാത് പൗരത്വവും നിലവിലിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് അമേരിക്ക. എന്നാൽ കാനഡയിൽ അങ്ങനെയല്ല. ഒരേ സമയത്ത് തന്നെ യൂണിറ്ററി ഫീച്ചേഴ്സും അതേസമയം തന്നെ ഫെഡറൽ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന ഒരു അർദ്ധ ഫെഡറൽ അർദ്ധ യൂണിറ്ററി സംവിധാനമാണ്. കുറേയൊക്കെ യൂണിറ്ററിയോട് ചേർന്ന് നിൽക്കുന്ന ക്വാസി ഫെഡറൽ എന്നാണ് KC വേർനെ പോലെയുള്ള ഭരണഘടനാ വിദഗ്ധർ ഇന്ത്യൻ ഫെഡറലിസത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഫെഡറൽ ആശയങ്ങൾക്കെതിരാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. സ്വാഭാവികമായൊരു ചോദ്യം വരാം. ഇന്ത്യ രൂപീകരിക്കപ്പെടുന്ന 1950 മുതൽ 67 വരെ ഏകദേശം 90% തിരഞ്ഞെടുപ്പുകളും നടന്നിരുന്നത് 59ലെയും 67, 68 കാലഘട്ടങ്ങളിലെയും തിരഞ്ഞെടുപ്പുകൾ മാറ്റി നിർത്തിയാൽ ആ ഫെഡറൽ സംവിധാനത്തോട് യോജിക്കാത്ത ഒരു തിരഞ്ഞെടുപ്പായിരുന്നില്ലേ? ആയിരുന്നു. അത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിലായിരുന്നു. അന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അപ്രമാദിത്വമായിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക സർക്കാരുകൾ ഭരിച്ചിരുന്നു. എന്നാൽ 1970-കൾക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന വലിയ മാറ്റം 1980-കളും 90-കളും കൊണ്ടുവന്ന പ്രാദേശികമായിട്ടുള്ള പാർട്ടികളുടെ വലിയ കടന്നുവരവ്, ദേശീയ പാർട്ടികളെ ചോദ്യം ചെയ്തുകൊണ്ട് വിവിധ ഇടങ്ങളിൽ പ്രാദേശിക സത്രപ്സ് എന്നറിയപ്പെടുന്ന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെട്ടത്. ഈ രൂപപ്പെട്ടതിൻ്റെ ഒരു തുടർച്ചയെന്ന വണ്ണം ഇന്ത്യയുടെ ജനാധിപത്യം ആ ഒരു പാർട്ടി ആധിപത്യത്തിൽ നിന്ന് പ്രാദേശിക പാർട്ടികളുടെയും കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ മനോഹരമായ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് പൂർണ്ണമായും ക്രിയാത്മകമായി പരിണമിക്കുന്നതാണ് കണ്ടത്. ഈ കാലഘട്ടത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ആ കോണ്ടെക്സ്റ്റിനോ ഭരണഘടന മുന്നിൽ വയ്ക്കുന്ന ആശയങ്ങൾക്കോ ചേരുന്നതല്ല എന്നതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. കാരണം അടിസ്ഥാനമായി ഫെഡറലിസം ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മാത്രമല്ല, വൈവിധ്യങ്ങളേറെയുള്ള ഒരു നാട്ടിൽ, വളരെ അസിമെട്രിക്കലായി മനുഷ്യർ ചിന്തിക്കുന്ന ഒരു നാട്ടിൽ, ഡൈവേഴ്സിറ്റി വളരെയധികം നിലവിലിരിക്കുന്ന ഒരു നാട്ടിൽ ഫെഡറലിസവും പാർലമെൻ്ററി ജനാധിപത്യവും ചേരുന്ന ഒരു കോമ്പിനേഷനാണ് മുന്നോട്ട് പോവുക എന്നുള്ളത്
പ്രാഥമികമായി രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കേണ്ട പാഠമാണ്. എന്നാൽ ഇതിനെ എന്തുകൊണ്ടാണ് BJP അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? ഒറ്റ നീക്കമേ ഉള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജഭരണത്തിൻ്റെ തുടർച്ചയായി ഒരു ഏകശിലാത്മകമായ ഒരു നേതാവിനെയും ആ നേതാവ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ സമ്പൂർണ്ണമായ വിജയവും മാത്രം ഉറപ്പാക്കുന്ന ഒരു സംവിധാനം. അതാണ് വിരാട് പുരുഷ സങ്കല്പത്തിൽ എപ്പോഴും നമ്മളതിനെ മനുഷ്യ ശരീരമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു സ്റ്റേറ്റിനെ ആ ഒരു മനുഷ്യ ശരീരമായി കണക്കാക്കുമ്പോൾ അതിൻ്റെ തല എവിടെ, ഹൃദയം എവിടെ എന്ന ചോദ്യത്തിന് സെൻറ്റർ. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അസംബ്ലി സെൻറ്റർ എന്നുള്ള പദം ഒഴിവാക്കുകയും യൂണിയൻ എന്നൊരു വാക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. യൂണിയൻ്റെ ഒരു സ്വഭാവം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഘടകങ്ങളില്ലാതെ ആ യൂണിയൻ ഒരിക്കലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. സെൻറ്റർ എന്നുള്ളത് അപ്രത്യക്ഷമാവുകയും എല്ലാ സ്റ്റേറ്റുകളും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ മാത്രം സംജാതമാകുന്നതുമായ ഒരു ആശയമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്ത്യ എന്ന ആശയത്തിൻ്റെ എതിരാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. അത് ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് നിരക്കുന്നതല്ല. ഇനി ഭരണഘടനയുടെ പ്രൊവിഷനിലേക്ക് വന്നാലോ, അവിടെയാണ് കണക്കുകൾ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത്. കണക്കുകൾ ഈ നീക്കത്തിനെതിരാണ്. ചുരുക്കത്തിൽ 2 പ്രധാനപ്പെട്ട ബില്ലുകളും 15 ഭേദഗതികളുമാണ് രാംനാഥ് കോവിന്ദ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. 2 ബില്ലുകളിൽ ഒരു ബില്ല് എന്ന് പറയുന്നത് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി കുറച്ചുകൊണ്ട് സിൻക്രണൈസ് ചെയ്യുക, ഒരേ കാലത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. അതേസമയം രണ്ടാമത്തെ ബില്ലെന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുകളുടെ കാലാവധിയും ഇതിനോട് കൂട്ടിയോജിപ്പിക്കുക എന്നതാണ്. രണ്ട് ബില്ലായിട്ടാണ് അവതരിപ്പിക്കുക. ഒന്ന് ആർട്ടിക്കിൾ 83-ഉം മറ്റൊന്ന് 172-ഉം അതിനെ മറികടക്കണം. മറ്റൊന്ന് ആർട്ടിക്കിൾ 324 പാർലമെൻ്ററി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുടെ കാലാവധിയെ മറികടക്കണം. ഇതിലെന്താ പ്രശ്നമെന്ന് വെച്ചാൽ ആദ്യത്തെ നീക്കം, അതായത് ഈ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി വെട്ടിച്ചുരുക്കുകയോ അത് മാറ്റുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുണ്ടെങ്കിൽ അത് സാധ്യമാവും. ലോക്സഭയിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിൽ, രാജ്യസഭയിൽ ഭൂരിപക്ഷമുണ്ടെങ്കിൽ നിങ്ങൾക്കത് നടപ്പിലാക്കാൻ സാധിക്കും. കാര്യം സ്റ്റേറ്റിൻ്റെ പിന്തുണ ഇതിന് ആവശ്യമില്ല. പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണ ആവശ്യമുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയല്ല അത്. അതുകൊണ്ട് NDAക്ക് ലോക്സഭയിലും രാജ്യസഭയിലും നിശ്ചിത ഭൂരിപക്ഷമുണ്ടെങ്കിൽ സാധ്യമാവും. പക്ഷേ ഇവിടെയും കണക്ക് നിലവിൽ ഭരണപക്ഷത്തിനെതിരാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിൽ തന്നെ 3/2 ഭൂരിപക്ഷം ആവശ്യമുള്ള ഭേദഗതിയാണ് ആർട്ടിക്കിൾ 82A എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന ഭാഗത്തും ഒപ്പം ആർട്ടിക്കിൾ 173-ലും കൊണ്ടുവരേണ്ടത്. അങ്ങനെ വന്നാൽ എന്താ പ്രശ്നം? നിലവിൽ നമ്മൾ കണക്ക് നോക്കൂ. കണക്ക് വളരെ കൗതുകരമാണല്ലോ. 291 അംഗസംഖ്യ മാത്രമാണ് NDAക്കുള്ളത്. നിലവിൽ കേവല ഭൂരിപക്ഷം കടക്കാൻ അത് മതി. 272 മറികടക്കാൻ TDPയുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ അത് സാധ്യമാവും. TDPയുടെ ഇല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം 271 MP-മാരുടെ പിന്തുണ ഈ നീക്കത്തിന് ലോക്സഭയിലുണ്ട്. അതായത് ഒരു അംഗത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. TDPയെ നാളെ ഇതിനോടൊപ്പം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വന്നാൽ 293 എന്ന സംഖ്യയിലേക്ക് പോകും. അതുകൊണ്ട് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം കടക്കും. പക്ഷേ രണ്ടാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ഈ പ്രൊവിഷൻ ഭേദഗതി ചെയ്യണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. ആരുടെ? സഭയിൽ ഹാജരായ അംഗങ്ങളുടെ. ഇന്ത്യയിൽ ലോക്സഭയിൽ മൊത്തം ഹാജരായ അംഗങ്ങളിൽ 3/2 ഭൂരിപക്ഷം വേണമെന്നുണ്ടെങ്കിൽ നിലവിൽ മൊത്തം നമ്മൾ കണക്കിലെടുത്താൽ 362 അംഗങ്ങളുടെ പിന്തുണ വേണം. അതായത് ഇപ്പോഴുള്ള അംഗസംഖ്യയിൽ നിന്നും 69 അംഗങ്ങളുടെ കുറവുണ്ട് ലോക്സഭയിൽ. ഇനി 100ഓളം അംഗങ്ങൾ വിട്ടുനിൽക്കുന്ന പക്ഷം മാത്രമാണ് നിലവിലുള്ള 293 അംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ 3/2 ഭൂരിപക്ഷം ഹാജരായ അംഗങ്ങളിൽ 3/2 ഭൂരിപക്ഷം കടക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഒരു കാരണവശാലും കണക്കുകൾ ഈ ഗൂഢനീക്കത്തെ പിന്തുണയ്ക്കുന്നതല്ല. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ രണ്ടാമത്തെ ബില്ല് ഏതാണ്? അത് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാലാവധി കുറയ്ക്കുന്നതാണ്. അതിലേക്ക് എത്തിയാലും ഉണ്ട് അപകടം. അവിടെ എത്തിക്കഴിഞ്ഞാൽ 3/2 ഭൂരിപക്ഷം പോരാ. അതുകൂടാതെ പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെട്ടതിന് ശേഷം പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണ കൂടി വേണം. നിലവിൽ ഇന്ത്യയിൽ 19 സംസ്ഥാനങ്ങളുണ്ട് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ പലതും ഈ ബില്ലിനെ അനുകൂലിക്കാനുള്ള സാധ്യതയില്ല. പല സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം നന്നേ കുറവുമാണ്. അവിടെ കൂട്ടുകക്ഷികളുടെ പിന്തുണയുണ്ട്, അഥവാ മറ്റു കക്ഷികൾ ഇതിനെതിരെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇതേ പ്രൊവിഷൻസ് ഇവിടെയും ബാധകമാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കണക്കുകൾ വെച്ചുകൊണ്ട് ഇത് അസാധ്യമായ ഒരു നീക്കമെന്നാണ്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ ഇത് ഒട്ടും ലോജിക്കലല്ലാത്ത, രാഷ്ട്രീയമായി നിലനിൽക്കാത്തൊരാശയമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ 2029 നമ്മളുടെ ലോക്സഭയിലേക്കും ഒപ്പം നമ്മളുടെ സംസ്ഥാനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് നടക്കണം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 12 സംസ്ഥാനങ്ങളിൽ
2028 തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും മുന്നോട്ട് നീക്കാൻ കഴിയില്ല. കാരണം 5 വർഷമേ പരമാവധി ആ കാലാവധി അവിടെ കൊടുക്കാൻ സാധിക്കൂ. അതല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങൾക്ക് മാത്രം 6 വർഷം കാലാവധി നീട്ടി നൽകണം. അത് ഈ സംസ്ഥാനങ്ങൾക്ക് മാത്രമായി നൽകാനും കഴിയില്ല. അതുകൊണ്ട് 2028 തിരഞ്ഞെടുപ്പ് നടന്നാൽ 2029 ആകുമ്പോഴേക്കും ഹിമാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, കർണാടക, തെലങ്കാന, മിസോറാം, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ ഈ സംസ്ഥാനങ്ങൾക്ക് 1 വർഷം മാത്രം കാലാവധിയാവുന്ന സർക്കാരായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വന്നാൽ 2029 1 വർഷം കാലാവധിയുള്ള സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടേണ്ടി വരും. അത് സാധ്യമല്ല. ഇനി രണ്ടാമത്തത്, ഈ കേരളമടക്കം 3 വർഷം കാലാവധിയുള്ള സംസ്ഥാനങ്ങളുണ്ട്. കേരളം, ആസാം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ. 2026 തിരഞ്ഞെടുപ്പ് നടക്കും. 29 ആകുമ്പോഴേക്കും 3 വർഷമേ ആവൂ. 2 വർഷം ബാക്കിയുണ്ടാവും. UP, പഞ്ചാബ്, ഗുജറാത്ത് ഗവൺമെൻറ്റുകൾക്ക് 2027 തെരഞ്ഞെടുപ്പ് നടക്കും. ബാക്കി അവശേഷിക്കുന്നത് 2 വർഷമാണ്. 3 വർഷം അവശേഷിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ചുരുക്കത്തിൽ ഭരണഘടനയുടെ ദർശനത്തിനെതിരായ, ഇന്ത്യയുടെ പാർലമെൻ്ററി സംവിധാനത്തിനെതിരായ, ഇന്ത്യയുടെ ഫെഡറലിസത്തിനെതിരായ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തിനെതിരായ രാഷ്ട്രീയമായി ഒരു ലോജിക്കും ഒരു യുക്തിഭദ്രതയും ഇല്ലാത്ത ഒരു നീക്കമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ആ നീക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു ഗവേണൻസ് ഇല്ല, ഇവിടെ ഒരു പ്രധാനമന്ത്രി ഇല്ല, ഇവിടെ ഒരു സർക്കാർ ഇല്ല എന്ന തോന്നൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറുപടക്കം മാത്രമാണ്. ആ ഏറുപടക്കത്തിനപ്പുറം മറ്റൊന്നുമില്ല. ഇതൊരു കേവലം ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൺകെട്ടാണ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രോഗത്തേക്കാൾ മാരകമായൊരു ചികിത്സയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇതിനെങ്ങാനും നടപ്പിലാവുകയാണെങ്കിൽ അത് പ്രാദേശിക പാർട്ടികളുടെ അന്ത്യമാണ്, വൈവിധ്യത്തിൻ്റെ അന്ത്യമാണ്, പാർലമെന്ററി ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയുമാണ്. ഏറ്റവും കൗതുകകരമായ കാര്യം, ഇതിനെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ആൻഡ് കൊമേഴ്സ് ആണ്. അപ്പം വ്യാപാര സ്ഥാപനങ്ങളും വ്യാപാര സംഘടനകളുമാണ് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. പക്ഷേ ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യത്തെ നിശ്ചയിച്ചത് ഈ കച്ചവടക്കാരല്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ പാർലമെന്ററി ജനാധിപത്യം വേണം എന്ന് പറയാനുള്ള കാരണം ഇന്ത്യയുടെ മഴവില്ലഴകുള്ള വൈവിധ്യത്തെ പാർലമെന്ററി ജനാധിപത്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കൂ. അത് ഏതെങ്കിലും തരത്തിലൊരു വ്യക്തിയുടെ, ഒരു പാർട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന പാർലമെന്ററി പ്രസിഡൻഷ്യൽ ജനാധിപത്യം ആകരുത് എന്ന് നിശ്ചയദാർഢ്യമുള്ളതുകൊണ്ടാണ് ആ നീക്കത്തെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ നിഗൂഢമായിട്ടുള്ള നീക്കമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നീക്കം നിഗൂഢമാണ്, രോഗത്തേക്കാൾ മാരകമായ ചികിത്സയാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ടേക്ക്. സ്മൃതി, ഈ നീക്കത്തിൽ പുതുമയില്ല. നേരത്തെയുള്ള ആലോചനകൾ തന്നെയാണ് BJPയുടെ ഇതുവരെയുള്ള ആലോചനകളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ കാണാം. പക്ഷേ നിഗൂഢമായ ഒരുപാട് താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഇത് 2014 BJP അധികാരത്തിൽ വന്ന സമയത്ത് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത്തവണത്തെ പ്രകടന പത്രികയിലും അതുണ്ടായിരുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഇത് ഇപ്പോൾ ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് BJPയുടെ മാത്രം ആശയമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. 99 നിയമ കമ്മീഷൻ സമർപ്പിച്ച 170-ാം റിപ്പോർട്ടിൽ ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ശുപാർശയുണ്ടായിരുന്നു. 2015 നിയമ നീതിന്യായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഇതേ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 2017 നീതി ആയോഗ് കൊടുത്തിട്ടുണ്ട്. 2018 നിയമ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം ഒറ്റ തിരഞ്ഞെടുപ്പ് ശുപാർശ ചെയ്യുന്നുണ്ട്. അത് പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ടുള്ള ചെലവ് ചുരുക്കൽ മാത്രമല്ല, പൊതുപണം ലാഭിക്കൽ മാത്രമല്ല, ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം, സർക്കാരിൻ്റെ നയങ്ങൾ കൃത്യമായി നടപ്പാക്കാം, ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും ഭരണകാര്യങ്ങളിലേക്ക് കൊണ്ടുവരാം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എപ്പോഴും തിരഞ്ഞെടുപ്പുമായി ചുമതലകളിലേക്ക് പോകുന്നു. അപ്പോൾ അത് വലിയ രീതിയിൽ ഭരണത്തെ ബാധിക്കുന്നു. അതൊക്കെ ഒഴിവാക്കാം, വോട്ടിംഗ് ശതമാനം കൂട്ടാം, ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാം. അപ്പോൾ ഒറ്റത്തവണ വോട്ടർമാർക്കും സൗകര്യമാണ് എന്ന വിലയിരുത്തലാണ് നടത്തുന്നത്. ഇതിപ്പോൾ അഭിപ്രായ തേടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരുടെ ജനങ്ങളുടെ അഭിപ്രായമൊക്കെ തേടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത്. 11626 പേജ് റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് മുൻ രാഷ്ട്രപതി തയ്യാറാക്കിയിരിക്കുന്നത്. മുൻ രാഷ്ട്രപതി അങ്ങനെ ചുമതല ഏൽപ്പിക്കാമോ എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോൾ BJP തന്നെയായ മുൻ രാഷ്ട്രപതി ഇപ്പോഴത്തെ രാഷ്ട്രപതിക്കാണ് അത് സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണത് പറയുന്നത്. അപ്പോൾ ഇത് നടപ്പാക്കുന്നതിൻ്റെ ഉദ്ദേശം എല്ലാം ഏകം ആവുക, ഒറ്റ എന്നുള്ളതിലാണ് BJP ഊന്നുന്നത്. ഒറ്റ നേതാവ്, ഒറ്റ രാജ്യം, യൂണിഫോമിറ്റി, ഏക സിവിൽ കോഡ് എല്ലാം ഒന്നിലേക്ക് ഊന്നുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളതാണ്. എന്തിന് ഇന്ത്യ എന്ന പേര് പോലും, രാജ്യത്തിൻ്റെ പേര് പോലും ഒരു ഘട്ടത്തിൽ പറയാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വിഴുങ്ങാൻ പറ്റില്ല. കാരണം നേരത്തെ മുന്നോട്ട് വെച്ച ആശയത്തിൻ്റെ ഭാഗമായിട്ടല്ല, ഇതിന് വേറെ തന്നെ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ ഉദ്ദേശം എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ അധികാരം ഇല്ലാതാക്കുക, സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് എന്നുള്ള കാര്യം. അതാണ് സർവാധികാരത്തിലേക്കാണ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പിണറായി വിജയൻ.
വിജയനാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ. സംസ്ഥാനങ്ങളുടെ അധികാരമില്ലാതാക്കാനുള്ള നീക്കമാണ്. ഇതിൽ പറയുന്ന പ്രകാരം അങ്ങനെ തന്നെയാണ്. സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ലാതാകുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് നടപ്പാക്കുമ്പോൾ. ഇതിപ്പോൾ നോക്കൂ, ഈ പ്രാദേശിക പാർട്ടികളുടെ അധികാരമില്ലാതാകുമെന്ന് പറയുമല്ലോ. പിന്തുണ നേടാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ അറിയാനാവുന്ന ഏറ്റവും പുതിയ കാര്യമെന്നുള്ള അനുനയ നീക്കത്തിന് ശ്രമം നടക്കുന്നു. പ്രതിപക്ഷ കക്ഷികളായ തൃണമൂൽ കോൺഗ്രസ്, DMK പാർട്ടികളുടെ പിന്തുണ തേടാൻ ആലോചന എന്നുള്ളതാണ്. അപ്പോൾ അനുനയത്തിലൂടെ എങ്ങനെയെങ്കിലും ഇത് പാസ്സാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഈ പാർലമെന്റിൽ ലോക്സഭയിൽ 362 പേരുടെ പിന്തുണ ഉറപ്പാക്കാനാവില്ല. അപ്പുറത്തെ രാജ്യസഭയിൽ 167 പേരുടെ പിന്തുണയില്ല. അപ്പോൾ പ്രായോഗികമായി നോക്കുമ്പോൾ നടപ്പാക്കാനാകില്ല. അതേസമയം ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ കുറച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ നേടിയെടുത്താൽ അത് സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന നേട്ടങ്ങൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് യോജിക്കുമോ? നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ പ്രാദേശിക പാർട്ടികളെ വിഴുങ്ങുക എന്നുള്ളത് പല തെരഞ്ഞെടുപ്പുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓരോ സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് BJP അവിടെ വളർന്നു വരുന്നത്. അവിടുത്തെ പ്രാദേശിക പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്നു, പിന്നീട് ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്നു, അങ്ങനെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായി മാറുന്നു. ഇതാണല്ലോ നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി തന്നെ ഇതിനെ കാണാനുള്ള ബുദ്ധി ഈ പ്രാദേശിക പാർട്ടികൾക്ക് ഉണ്ടാകണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഇതിൽ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് അറിയിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയില്ലാത്ത എതിർത്തവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പേരുകൾ വരുമ്പോൾ അതിലൊരു കൗതുകമുണ്ട്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSP, NCP, RJD, JDS തുടങ്ങിയ പാർട്ടികളൊന്നും നിലപാട് അറിയിച്ചിട്ടില്ല. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ എല്ലാവരോടും സംസാരിച്ചു എന്നല്ലേ പറയുന്നത്. അവരറിഞ്ഞിട്ടില്ല. എതിർത്തവർ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, AP ഉണ്ട്, BSP ഉണ്ട്, നമ്മൾ വിചാരിക്കുന്ന ചില പാർട്ടികളൊക്കെ തന്നെയുണ്ട്. പിന്നെ വളരെ ചെറിയ പാർട്ടികളുമുണ്ട്. അനുകൂലിച്ചവർ BJP, NPP, AIDMK, AJSU, അങ്ങനെ അപ്നാദളടക്കം 35 പാർട്ടികൾ. അപ്പോൾ ഇത് നടപ്പാകുമോ എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ രണ്ടാം മോദി സർക്കാർ എങ്ങനെയൊക്കെയാണ് പാർലമെന്റിൽ ബില്ലുകൾ പാസ്സാക്കിയെടുത്തത് നമ്മൾ കണ്ടതാണ്. എത്ര ബില്ലുകളാണ് പാസ്സാക്കിയെടുത്തത്. അപ്പോൾ ആ ഒരു സാഹചര്യമല്ല മൂന്നാം മോദി സർക്കാർ എന്ന് പോലും പറയാൻ പറ്റില്ല, NDA സർക്കാർ അല്ലേ. അപ്പോൾ നേരത്തെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളിൽ നിന്നും ഈ അഹന്തയോടെ പ്രഖ്യാപിച്ച പല തീരുമാനങ്ങളിലും പിന്നാക്കം പോകേണ്ടി വന്നിട്ടുണ്ട്. ഉന്നത തസ്തികകളിൽ ലാറ്ററൽ എൻട്രിയുടെ കാര്യത്തിൽ ആ നീക്കത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നല്ലോ. ഇപ്പോൾ വഖഫ് ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടേണ്ട സാഹചര്യം വന്നു. അങ്ങനെ നടപ്പാക്കുമെന്ന് അങ്ങനെ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും പിന്നാക്കം പോകേണ്ടി വന്നിട്ടുണ്ട്. നിലവിൽ JDUവിൻ്റെ പിന്തുണ ഉണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ നടപ്പാക്കാനല്ല, ഇപ്പോൾ ഞങ്ങൾ 100 ദിവസമായി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കാനുള്ള ഒരു ആലോചനയാണെങ്കിൽ അതിന് ഇപ്പോൾ JDUവിൻ്റെ പക്ഷേ പരസ്യ പ്രതികരണം നമ്മൾ കണ്ടിട്ടില്ല. പിന്തുണച്ച പാർട്ടികളുടെ കൂട്ടത്തിൽ കണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വേറെ ഏത് പാർട്ടിയുടെയാണ് പ്രധാനപ്പെട്ട പാർട്ടിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്? അല്ല, BJPക്ക് മാത്രം കിട്ടിയാൽ പോലും 241 ആവും. പിന്നെ JDUവിൻ്റെ ആണ് കിട്ടിയിരിക്കുന്നത്. TDP അറിയിച്ചു എന്നുള്ള സൂചനകൾ എൻ്റെ ചർച്ചയിൽ ഇന്ന് പ്രശാന്ത് പത്മനാഭൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എവിടെയും കണ്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ രണ്ട് പാർട്ടികളെ പിന്തുണ കൊണ്ട് പാസ്സാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെന്തായാലും പാർലമെന്റിൽ അത്ര എളുപ്പമല്ല. ഇനിയുള്ളത് നിയമ ഭേദഗതി എന്നുള്ള വലിയ കടമ്പയാണ്. 18 ഭേദഗതികളെങ്കിലും വേണ്ടിവരും. 2 ബില്ലുകൾ. അപ്പോൾ കാലാവധി പൂർത്തിയാകാതെ സർക്കാർ വീണു കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ചില നിർദ്ദേശങ്ങളൊക്കെ ഈ രാംനാഥ് കോവിന്ദ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്താം. ആ തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന സർക്കാരിന് അടുത്ത ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് മാത്രം ഭരിക്കാം. അപ്പോൾ അതിന് ചെലവില്ലേ? അപ്പോൾ അതിന് ചിലവ് വരുന്നില്ല. അപ്പോൾ ചിലവാണ് പ്രശ്നമെങ്കിൽ ചിലവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ഇവർ ഫണ്ട് കണ്ടെത്തിയിരുന്നത്? ആ ഫണ്ടിന്റെ ഉറവിടം പറയാതെ എങ്ങനെയാണ് ചെലവഴിച്ചിരുന്നത്? എങ്ങനെയാണ് കുറെ ആളുകൾ സ്റ്റേറ്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞൊരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. അത് നല്ല രസമല്ലേ? അത് നല്ല വളരെ സർക്കാർ പാർട്ടിക്ക് പൈസ കൊടുക്കും, എന്നിട്ട് തെരഞ്ഞെടുപ്പ് സുതാര്യമാവുകയും ചെയ്യും. എക്സ്പെൻഡിച്ചർ വളരെ എല്ലാവർക്കും ഈക്വലായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പൊ നോക്കൂ, ഇപ്പോൾ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ദേശീയ വിഷയങ്ങൾ മാത്രം, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ഭാഗത്തെ ഏറ്റവും ചെറിയ വിഷയങ്ങൾ അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിലേക്കല്ലേ ഊന്നാറ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അവിടെയും മോദി സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ അവിടെ പറയുന്നു. സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടുത്തെ വിഷയങ്ങൾ പറയുമായിരിക്കും, പക്ഷേ മറ്റേതാണല്ലോ ഊന്നുക. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെയും അപ്രസക്തമാകുന്ന രീതിയിലേക്ക് ദേശീയ രാഷ്ട്രീയം പ്രധാനപ്പെട്ട വിഷയമായി വരുന്നു. മാത്രമല്ല ഈ ജനാധിപത്യത്തിന്റെ ഒരു കാമ്പ് എന്ന് പറയുന്നത് കേന്ദ്രീകരണമല്ലല്ലോ, അത് അധികാരത്തിന്റെ വികേന്ദ്രീകരണമാണ്. അപ്പോൾ എന്താണോ 73rd and 74th അമെൻമെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്, ഈ ഭരണഘടനാ ഭേദഗതി വഴി നമുക്ക് സാധ്യമായതാണ് ഈ അധികാര വികേന്ദ്രീകരണം. ആ അധികാര വികേന്ദ്രീകരണത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ പഞ്ചായത്തുകൾ, സ്റ്റേറ്റിലെ ഇലക്ട്രൽ ഓഫീസർമാർ, അവർ നിയന്ത്രിക്കുന്ന തിരഞ്ഞെടുപ്പ് സംവിധാനം, അതിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. അതിനെ ലോക്സഭയുമായിട്ട് നിങ്ങൾ കൂട്ടിക്കെട്ടുകയാണ്. നിങ്ങളുടെ പഞ്ചായത്തിലെ, നിങ്ങളുടെ വാർഡിലെ, നിങ്ങളുടെ വാർഡ് മെമ്പറെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന്
പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വേണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു കാര്യം. അതാണ് ഈ അധികാരത്തിൻ്റെ വലിയ കേന്ദ്രീകരണം ജനാധിപത്യത്തിന് എങ്ങനെയാണ് ദോഷകരമായി തീരുന്നത് എന്ന് പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ റിയാക്ഷൻ തേടി. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് 80% ആളുകളും ഇത് വേണമെന്നാവശ്യപ്പെട്ടവരാണ്. കാരണം ഇതിൽ വ്യാപാരികൾ, വ്യവസായികൾ, NDA പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് പേർ, ഈ 80% ആളുകളും ഈ നീക്കത്തെ അനുകൂലിച്ചു എന്നതാണ് രാംനാഥ് കോവിന്ദിന് ആത്മവിശ്വാസം കിട്ടിയിരിക്കുന്നത്. വ്യാപാരി വ്യവസായികളുടെ പിന്തുണ അതിന്റെ പ്രധാനം ഈ ഡെവലപ്മെന്റ്, വികസനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോളിസി പാരാലിസിസ് സംഭവിക്കുമ്പോൾ അതിന്റെ നഷ്ടം സംഭവിക്കുന്നത് വ്യാപാരികൾക്കാണെന്നൊരു കണക്കെട്ടുണ്ട്. നേരത്തെ കൂട്ടുകക്ഷി ഭരണം വരുമ്പോഴും അവരാഗ്രഹിക്കുന്നില്ല. ഒരു സ്റ്റേബിൾ ഗവൺമെന്റിന് മാത്രമേ നാട്ടിലെ വികസനവും മണി ഫ്ലോയും ഉറപ്പുവരുത്താൻ കഴിയൂ എന്നാണ്. ഇപ്പോൾ 2024 നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളിൽ വളരെ ബൂമല്ലേ, വലിയ ബൂമല്ലേ ഷെയർ മാർക്കറ്റിലുണ്ടാവും. വലിയ ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയും ഒരു സർക്കാരും വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ആ ഒരു ബൂം ഉണ്ടാവും. ഇപ്പം ഞാനൊരു കാര്യം പറയും, ഇപ്പോൾ 1996 തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളൊരു തമാശ. 96 അധികാരത്തിൽ വന്നത് ദേവോടെയാണല്ലോ. അപ്പോൾ ആ ദേവോട സർക്കാരിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു പ്രമോദ് മഹാജനാണ് പാർലമെന്റിൽ പ്രസംഗിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് അന്ന് വിജയിച്ചു വന്നത് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി BJP ആയിരുന്നു. അവർ പ്രതിപക്ഷത്താണുള്ളത്. ഇനി സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിയാണ് കോൺഗ്രസ്. അത് പിന്തുണയ്ക്കുകയാണ് സർക്കാരിനെ. ചെറിയ പാർട്ടിയായിട്ടുള്ള ജനത അതിൽ ഭരിക്കുന്നു. ഇത് ഇന്ത്യയുടെ ഡെമോക്രസിയുടെ സൗന്ദര്യമാണ്. അപ്പോൾ പ്രാദേശിക പാർട്ടികൾ ഈ പറഞ്ഞ കണക്ക് 90കളിൽ വളരെ ശക്തി പ്രാപിക്കുകയും പ്രാദേശിക രാഷ്ട്രീയത്തിന് വലിയ റോൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഡൈവേഴ്സിറ്റിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അതിന് BJP അംഗീകരിക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു 1999 ഞാൻ ഡൽഹിയിലുണ്ട്. 1999 ഈ BP ജീവൻ റെഡ്ഡിയെ വെച്ചിട്ട് ലോ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ സർക്കാർ നിയമിക്കുന്നതാണ്. ആ ലോ കമ്മീഷനാണ് വീണ്ടും ഈ പ്രശ്നം, ഈ പറയുന്ന 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം 2003 പ്രധാനമന്ത്രി വാജ്പേയി സോണിയാഗാന്ധിയുമായി ഇത് ചർച്ച നടത്തുന്നു. നമ്മൾ ദേശീയ മാധ്യമങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 2003 അത് വഴിമുട്ടി. അവിടെ അത് ഉപേക്ഷിക്കുന്നില്ല BJP. 2010 LK അദ്വാനി അന്ന് പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗിനെ കണ്ട് ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട്. ഈ രീതിയിൽ BJP കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ ഈ ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളിതിനകത്ത് BJP മാത്രം കാണണ്ട. 1984 പിന്നെ അന്ന് വലിയ ഭൂരിപക്ഷമാണ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനുള്ളത്. ആ ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്നു വസന്ത് സാട്ടെ. എനിക്ക് തോന്നുന്നു INB മിനിസ്റ്ററാണ്. വസന്ത സാട്ടയെ വെച്ചുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിൽ നിങ്ങൾക്ക് ശക്തമായ അധികാരമുള്ള സമയത്ത് ഈ അധികാര കേന്ദ്രീകരണം എന്നൊരു ആശയം അറിയാതെ നിങ്ങളെ പിടികൂടും. രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ഈ അധികാര വികേന്ദ്രീകരണത്തിന് ബില്ല് കണ്ടില്ലേ? സംസ്ഥാനങ്ങളെ ബൈപ്പാസ് ചെയ്ത് നേരിട്ട് കേന്ദ്രവും ഫെഡറൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതാണ്. അതാണ് ഇതിനകത്ത് നടക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് സ്മൃതി, അധികാര കേന്ദ്രീകരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ എപ്പോഴും നിങ്ങൾ കേന്ദ്രീകരിക്കേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാവും. ആ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് റീജിയണൽ പാർട്ടികൾ ബുദ്ധിമുട്ടാകും, സംസ്ഥാന നിയമസഭകൾ ബുദ്ധിമുട്ടാണ്, തദ്ദേശ സ്ഥാപനങ്ങൾ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, കോർപ്പറേഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിധിയിൽ, ഒരു വരുതിയിൽ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. കൊണ്ടുവരാനുള്ള ശക്തി തൽക്കാലം ഇല്ല, നിലവിലില്ല എന്നുള്ളതാണ്. ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു ഇന്ത്യയുടെ ഭൂപടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. 2014 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 80% ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കാവ്യണിഞ്ഞ ഭൂമി അല്ലേ? അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ നോക്കിക്കോ. 2022 ശരിക്കും പറഞ്ഞാൽ ഒരു ടേൺ ഉണ്ടാവുന്നു. ആ ടേണിന് ഞാൻ പറഞ്ഞുതരാം. ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നരേന്ദ്രമോദി പോയി പ്രസംഗിച്ചത് എന്താണെന്നറിയോ? നിങ്ങൾ താമരയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എനിക്കാണ്. ആദ്യമായി നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് അപ്പോഴാണ്. വ്യക്തി കേന്ദ്രീകൃതമാവുകയാണ്. കാരണം അതങ്ങോട്ട് വെച്ചാൽ നരേന്ദ്രമോദിക്ക് മനസ്സിലായി ഇനി ഞാനാണ് ബ്രാൻഡ്, ഞാൻ മാത്രമാണ് ഇന്ത്യയിൽ നേതാവ്. കാരണം വെച്ചാൽ ആ സമയത്ത് ഇന്ത്യ മുന്നണിയില്ല, രാഹുൽ ഗാന്ധി എന്നൊരു ലീഡർ എമർജ് ചെയ്തിട്ടില്ല. 2022 എന്ന് പറഞ്ഞാൽ BJPയുടെ കയ്യിലായിട്ട് ഇന്ത്യ അങ്ങ് മാറിയിരിക്കുന്നു. ഇനി ഒരു നേതാവ് ഉയർന്നു വരാനില്ല, ഒരു പാർട്ടി ഉയർന്നു വരാനില്ല. അപ്പോൾ നരേന്ദ്രമോദി എന്നൊരു ഏകാധിപതിയായ അധികാരി കൊണ്ടുവന്നു. 2022 നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ പറയുന്ന നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത് നിങ്ങൾ കമൽ കാ ഫൂലിൽ വോട്ട് ചെയ്യുമ്പോൾ അത് മോഡിക്കാ വോട്ട്, മോഡിക്കാണ് നിങ്ങൾ ആ വോട്ട് ചെയ്യുന്നതെന്നാണ് പ്രസംഗിച്ചത്. ഒറ്റയടിക്ക് അത് ഇനി നാളെ പഞ്ചായത്തിലേക്ക് ഇത് പോയി പറയുവേ. നിങ്ങൾ കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ വന്നിട്ട് നരേന്ദ്രമോദി പ്രസംഗിക്കുക, ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിക്കാണ്. ഒറ്റയടിക്ക് ഇത് ഒരു കണക്ഷനുമില്ല. ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട വോട്ടർക്ക് അവിടുത്തെ ഒരു സ്കൂൾ ഷെഡ് കിട്ടുന്ന പ്രശ്നമുണ്ട്, അവിടുത്തെ ഒരു കുടിവെള്ള പൈപ്പ് ലൈനിൻ്റെ പ്രശ്നമുണ്ട്, അവിടെ റോഡിന് ടാറിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് അവൻ്റെ പ്രാദേശിക പ്രശ്നം. ആ പ്രാദേശിക പ്രശ്നത്തെ ഒറ്റയടിക്ക് താമരയെന്നോ അല്ലെങ്കിൽ കൈപ്പത്തിയെന്നോ ഒക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ദേശീയ നേതാവിൻ്റെ ഒരു പടവും വെച്ചുകൊണ്ട് ഇതിനെ മുഴുവൻ നള്ളിഫൈ ചെയ്ത് ഒരൊറ്റയടിക്ക് കേന്ദ്രത്തിലേക്ക് ഇത് മുഴുവൻ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ നടക്കാൻ പോകുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നടക്കില്ല കേട്ടോ. ഇത് നടക്കുന്ന പ്രശ്നമേ ഇല്ല, ഒരു കാരണവശാലും നടക്കില്ല. ഇത് ഒട്ടും നടക്കില്ല. അപ്പോൾ നീക്കം നിഗൂഢമോ എന്നാണ് ചോദ്യം. യേസ് എന്നാണ് 3 പേരുടെയും അഭിപ്രായം. Meet the editor.